കോഴിക്കോട് നന്ദിയിൽ വാഹന പരിശോധനയ്ക്കിടെ GST വകുപ്പ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. മാഹിയിൽ നിന്ന് അനധികൃതമായി ഡീസൽ കടത്തുന്ന സംഘമാണ് ഉദ്യോഗസ്ഥരെ വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ചത്. രക്ഷപ്പെട്ട ലോറി ഡ്രൈവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. നികുതി വെട്ടിപ്പോ മറ്റ് ക്രമക്കേടുകളോ കണ്ടെത്തുന്നതിനായി GST വകുപ്പിലെ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് അവിടേക്ക് സംശയാസ്പദമായ രീതിയിൽ ഒരു ലോറി എത്തുന്നതും ആ ലോറി ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതും. പുലർച്ചെ 4 മണിയോടെ കൊയിലാണ്ടി നന്ദി ഭാഗത്താണ് സംഭവം ഉണ്ടാകുന്നത്. GST ഇന്റലിജൻസ് വിഭാഗത്തിലെ 3 ഉദ്യോഗസ്ഥർ പുലർച്ചെ റോഡിൽ സാധാരണ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്ത് കടന്നുവന്ന ലോറി ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടു. ലോറി നിർത്തിയപ്പോൾ രേഖകൾ ചോദിച്ചു. എന്നാൽ രേഖകൾ നൽകുന്നതിന് പകരം ലോറിയുടെ ഡ്രൈവർ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റി കടന്നുകളയാൻ ശ്രമിച്ചു. ഉടനെ GST ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ലോറിയെ പിന്തുടർന്നു. പിന്നീട് സിനിമ സ്റ്റൈലിലുള്ള ഒരു ചേസിംഗ് ആയിരുന്നു അവിടെ നടന്നത്. ലോറിയുമായി ഡ്രൈവർ പോകുന്ന സമയത്തെല്ലാം ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം പലതവണ അതിനെ മറികടക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെയും ഈ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തെ ഇടിപ്പിച്ച് മനഃപൂർവ്വം അപകടമുണ്ടാക്കാൻ ലോറിയുടെ ഡ്രൈവർ ശ്രമിച്ചു. ലോറി വരുന്നത് കണ്ട് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് ചെളിയിലേക്ക് ചാടി മാറിയതിനാലാണ് വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. തുടർന്ന് അമിത വേഗതയിൽ പോയ ലോറി നിയന്ത്രണം വിട്ട് കൊയിലാണ്ടിയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ലോറിയെ പിന്തുടർന്ന സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ കൊയിലാണ്ടി പോലീസിന് വിവരം കൈമാറിയിരുന്നു. പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ലോറിയിൽ മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 6000 ലിറ്ററോളം ഡീസൽ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. നികുതി വെട്ടിച്ച് ഇന്ധനം കടത്തുന്നത് പിടിക്കപ്പെടാതിരിക്കാനാണ് പ്രതികൾ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഉദ്യോഗസ്ഥർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പ്രതികൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡീസൽ അടങ്ങിയ ലോറി നിലവിൽ കൊയിലാണ്ടി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ലോറിയുടെ ഡ്രൈവർ കൊയിലാണ്ടി മേഖലയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇന്ധനക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൊള്ള സംഘത്തെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഒപ്പം ലോറിയുടെ ഉടമയെ സംബന്ധിച്ചുള്ള അന്വേഷണവും നടന്നുവരികയാണ്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.